ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ലവ് ലൈഫ്. ഓക്കെ, ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റീഡിങ്ങിനെ എൻ്റെ യൂണിവേഴ്സിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ ചെറിയ അറിവ് ഞാൻ യൂണിവേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നെ സഹായിക്കണമേ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു യൂണിവേഴ്സ്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുക, സന്തോഷമായിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക. എല്ലാവരും സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. കാരണം എനിക്ക് കിട്ടുന്ന റീഡിങ് മൊത്തം ഇപ്പോൾ പോസിറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ള വ്യക്തികളാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള റീഡിംഗാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങളല്ല എൻ്റെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻ്റെ ലവ് ലൈഫ് എങ്ങനെയായിരുന്നു? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലവ് ലൈഫ് എങ്ങനെയായിരുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള എനർജി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യൂണിവേഴ്സിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഏറ്റവും കറക്റ്റ് റീഡിംഗ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ലവ് ലൈഫിൽ സംഭവിച്ചത് എല്ലാം കൃത്യമായി റീഡിംഗ് ലഭിക്കാൻ സഹായിച്ച യൂണിവേഴ്സിനായി നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ ലൈഫിൽ അവരുടെ റിലേഷൻഷിപ്പിൽ നടന്നത് എന്തൊക്കെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ ലവ് ലൈഫിൽ സംഭവിച്ചത് എന്തൊക്കെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കൃത്യമായിട്ടുള്ള കാർഡ് തന്നെ തന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ കാർഡ് എനിക്ക് ഗൈഡ് ചെയ്യുവാനും എനിക്ക് കൃപ തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത് കേൾക്കുന്ന വ്യക്തികൾക്കും ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 5, 10, 1, 6, 49, 13, 4. ഓക്കെ, സ്കോർപിയോ, പൈസീസ്, ടോറസ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വാട്ടർ സൈനും എർത്ത് സൈനും മാത്രമേ ഉള്ളൂ. ഇനി കാർഡുകൾ എടുക്കും, അപ്പോൾ ബാക്കി വരും. ബാക്കി എല്ലാ സോഡിയക് സൈനുകളും വന്നോളും. ഓക്കെ, അപ്പം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമ ഘട്ടത്തിൽ കൂടി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാജഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ചതായ ഒരു വേദനയിൽ കൂടി ഒരു ആശ്വാസമായിട്ടാണ് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾക്കൊരു സമാധാനം പറഞ്ഞുകൊണ്ട്, നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട്, നിങ്ങളെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒരു ദുഃഖ സമയത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം അനുഭവിച്ച് വരുന്ന സമയത്ത്
നിങ്ങളെ ഒരുപാട് സ്നേഹങ്ങൾ കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിച്ചും നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്നും നിങ്ങളെ ലൈഫിലേക്ക് അവർ കൈ പിടിച്ചു കൊണ്ടുവരുന്നതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഏറ്റവും കൂടുതൽ എനർജി അയക്കുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കും റെസനേറ്റ് ആകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് ശരിയായി കിട്ടിയ ഒരു പേഴ്സൺ, യൂണിവേഴ്സ് പറഞ്ഞു വെച്ചിരിക്കുന്ന പേഴ്സൺ ഈ വ്യക്തിയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ്. ദ ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു. ദ ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്, ഈ ഒരു പെയിൻ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഇമോഷണലായിട്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആശ്വാസവാക്കുകളും മോട്ടിവേഷനും തന്നുകൊണ്ട് നിങ്ങൾക്കൊരു കൂട്ടായി ഞാനുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൈ പിടിക്കാൻ കൂടെ ഉണ്ട് എന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹങ്ങൾ, നിങ്ങൾക്ക് ഒരു ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട്, ഏസ് ഓഫ് സോഡാണ്, ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയായിരുന്നു. നിങ്ങൾ വിചാരിച്ചു ഇത് നിങ്ങളുടെ 10 ഓഫ് കപ്പാണ്, ഏറ്റവും സന്തോഷമായ നിമിഷം, നിങ്ങളുടെ ഫാമിലിയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഈ വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാം, നിങ്ങളുടെ ജീവൻ്റെ പാതി ഈ വ്യക്തിയാണ്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഈ വ്യക്തിയാണ് എന്നെല്ലാം നിങ്ങൾ വിശ്വസിച്ചു. അതിലുപരി നിങ്ങൾ സന്തോഷിച്ചു, സ്വപ്നം കണ്ടു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രോത്ത്, നിങ്ങളുടെ സന്തോഷമെല്ലാം മാറി മറിഞ്ഞു. നിങ്ങൾ ഏത് ഡിപ്രഷനിലായിരുന്നു ആ ഡിപ്രഷനെ എല്ലാം മാറ്റിമറിക്കുവാൻ ആ വ്യക്തിയുടെ സാന്നിധ്യം, ആ വ്യക്തിയുടെ സ്നേഹം എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നിറച്ചു. ഓക്കെ, നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത സ്വപ്നങ്ങളും കാര്യങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങൾ കാണാൻ തുടങ്ങി. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദൈവം അനുഗ്രഹിച്ച നിമിഷമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത് എന്ന് നിങ്ങൾ കരുതി. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. ദ മാജീഷ്യനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, ആ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നു ചേർന്നു എന്ന് വിചാരിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മെൻ്റൽ കോൺഫ്ലിക്റ്റ് എല്ലാം നിങ്ങളുടെ പേഴ്സൺ മാറ്റി തന്നു. ഓക്കെ, നിങ്ങളൊരു പക്ഷേ ഒരുപാട് ടെൻഷനിലും ചില ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ലാതെ കഴിഞ്ഞിരുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ ഉപദേശങ്ങൾ, നിങ്ങളുടെ പേഴ്സൻ്റെ സംസാരങ്ങൾ, സാന്നിധ്യങ്ങൾ, ആ ഓരോ പവർ, ഒരു ന്യൂ ബിഗിനിങ് എല്ലാം നിങ്ങളുടെ മെൻ്റൽ പ്രഷർ എല്ലാം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആ മാനസികമായി തകർന്നുകൊണ്ടിരുന്നതെല്ലാം അവസാനിച്ച് നിങ്ങൾ വിജയത്തിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചു. ഓക്കെ, നിങ്ങളുടെ ജീവിതം ഏറ്റവും ബെറ്ററായിട്ട് പോവുകയായിരുന്നു. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് ഗിവ് ആൻഡ് ടേക്ക്, നിങ്ങൾ എത്ര സ്നേഹമാണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്യുകയും നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കുകയും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിച്ചു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സമാധാനപരമായിട്ടും ശരി, അല്ലാതെ ഗിഫ്റ്റ് പരമായിട്ടാണെങ്കിലും ശരി, നിങ്ങൾക്ക് കുറേയൊക്കെ ഹെൽപ്പും കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പല വ്യക്തികൾക്കും ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു കുട്ടിയെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടന്നിരുന്നു എന്നുള്ളത്. ഒരുപാട് കെയറിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് കെയർ തന്നിരുന്നു, ഒരുപാട് സ്നേഹം തന്നിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നൽകിയിരുന്നു. ഓക്കെ, പിന്നെ ഇതൊരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ച വ്യക്തികളും കാണും. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സണോട് പറയുകയുണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുകയുണ്ടായിരിക്കാം. കാരണം ഇവിടെ വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. ഓക്കെ, ഒരു കെയറിങ് നേച്ചറാണ്, മദർ എനർജിയാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇത് കാണുന്ന വ്യക്തികൾ ആരെങ്കിലും ഒരു സിംഗിൾ മദർ ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
ക്യൂൻ ഓഫ് കപ്പ്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും 2 പ്രാവശ്യം സിംഗിൾ മദർ വന്നിട്ടുണ്ട്. നിങ്ങൾ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല. അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ അറിയും. കാരണം നിങ്ങളുടെ മനസ്സിൽ എവിടെയാണോ സംസാരിച്ച് നിങ്ങളുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാം പകുത്തു കൊണ്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ പേഴ്സണ് ഉണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾ വട്ടം ചുറ്റി കറങ്ങിയാൽ പോലും നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷണൽ പരമായിട്ടുള്ള യാതൊരു അറിവുകളും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണുവാൻ പോലും കഴിയത്തില്ല. കാരണം അത് അത്രയ്ക്ക് ഭദ്രമായി സൂക്ഷിക്കുവാൻ നിങ്ങളുടെ പേഴ്സണ് കഴിയും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ സ്പിരിച്വലായിട്ട് ആ ഒരു സമയത്ത് ദൈവികമായിട്ട് എല്ലാ ആഴ്ചയിൽ തന്നെയും തുടർച്ചയായിട്ട് തന്നെ ദൈവിക ആരാധനാലയങ്ങളിൽ പോകുകയും അതിനുള്ള പൂജ കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവിക ഭക്തിയായിരിക്കാം അല്ലെങ്കിൽ ഭക്തനായിരിക്കാം. ഓക്കെ, സ്പിരിച്വലായിട്ട് ഒരുപാട് വിശ്വാസങ്ങളെ കൊണ്ട് നടക്കുന്ന വ്യക്തിയായിരിക്കാം. സിംഗിൾ മദറിനെ കാണിക്കുന്നുണ്ട്, സിംഗിൾ പേരൻറ്റിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ശാന്ത സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങൾ കാണുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. അവരുടെ താടക രൂപം പിന്നീട് കാണാം. ഈ ഒരു സമയത്ത് നിങ്ങൾ കണ്ടുമുട്ടുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഏറ്റവും ശാന്ത സ്വഭാവത്തിൽ തന്നെയാണ് വന്നിട്ടുണ്ട് താടക രൂപം. ഓക്കെ, ഏറ്റവും ശാന്തമായിട്ടുള്ള സ്നേഹമായിട്ടുള്ള രൂപം ഒരു ഫേസാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. ഓക്കെ, അവരുടെ യഥാർത്ഥ ഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ മുടിയും പിരുത്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതെല്ലാം മറച്ചു വെച്ചിട്ട് ഏറ്റവും ക്ഷമയും അനുസരണയും പറഞ്ഞ അതുപോലെ കേൾക്കുന്ന രീതിയിൽ തല നിവർത്തി നോക്കത്തില്ല. എന്ത് പറഞ്ഞിരുന്നാലും ശരി തന്നെ, നിങ്ങൾ പറയുന്നത് പോലെ അതിനപ്പുറം ഒരു വാക്ക് ഞാൻ ചലിക്കത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, എന്നാൽ ഈ ഒരു കാര്യം മറച്ചു പിടിക്കുകയായിരുന്നു. ഓക്കെ, ഡെവിള് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളോട് അട്രാക്ഷൻ ആയിരുന്നു. നിങ്ങളോട് ഫിസിക്കലി നിങ്ങളോട് ഒരുപാട് സെക്ഷൽ പരമായിട്ടാണെങ്കിലും ശരിയല്ല, നിങ്ങളുടെ ശരീരത്തിനോടാണെങ്കിലും മനസ്സിനോടാണെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും ഒരുപാട് പാഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അത്രത്തോളം ചില വ്യക്തികൾ ഈ വീഡിയോ കാണുന്ന ചില വ്യക്തികൾ ശാരീരികമായി തന്നെയും ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയോളം ആഗ്രഹിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ കാണും, ബന്ധപ്പെടാതെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം. ഓക്കെ, നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ചില വ്യക്തികൾ ആ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഖാനകലിയത്തി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു ഓവറോൾ എനർജി കാണിക്കുന്നത് ഡെത്താണ്. എന്ത് സംഭവിച്ചു നിങ്ങളുടെ റിലേഷന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്താണ് പിന്നീട് സംഭവിച്ചത്? ഈ റിലേഷന് പിന്നെ എന്താണ് സംഭവിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇത്രയും സന്തോഷമായിട്ട് സ്നേഹമായിട്ട് വളരെ അധികം പാഷനായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഈ റിലേഷന് പിന്നീട് എന്താണ് സംഭവിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ റിലേഷനിൽ പിന്നീട് സംഭവിച്ചത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്താണ് റിലേഷനിൽ പിന്നീട് സംഭവിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്. പിന്നീട് ഈ റിലേഷനിൽ ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ റിലേഷനിൽ സംഭവിച്ചത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റിലേഷനിൽ സംഭവിച്ചത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നു യൂണിവേഴ്സ്. ഇറങ്ങി വന്ന് ഗൈഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പിന്നീട് സംഭവിച്ചത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹങ്ങൾ നിങ്ങളുടെ പേഴ്സൺ സ്വീകരിക്കാതായി. ഓക്കെ, നിങ്ങൾ അയക്കുന്ന മെസ്സേജ് സീൻ ചെയ്താൽ പോലും റിപ്ലൈ ഇല്ല. ഓക്കെ, സീൻ ചെയ്താൽ പോലും നിങ്ങളുടെ പേഴ്സൺ പിന്നീട് നിങ്ങളുടെ മെസ്സേജ്, നിങ്ങളുടെ കോള് അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഓക്കെ, നിങ്ങൾ മെസ്സേജ് അയക്കും, സീൻ ചെയ്യും, റിപ്ലൈ ഇല്ല. നിങ്ങൾ കോൾ ചെയ്യും, ബെല്ലടിച്ചുകൊണ്ടിരിക്കും, കോൾ എടുക്കത്തില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷനിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്താണ് കാരണം എന്തൊന്നും ഇല്ലാതെ നിങ്ങൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോയി.
നിങ്ങളുടെ മെസ്സേജ് റിപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ, നിങ്ങളുടെ കോൾ എടുക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്ത ഓവർ തിങ്കിങ് ആയി ഇമോഷണൽ പരമായി നിങ്ങൾ തകർന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, നിങ്ങളുടെ ചിന്ത മറ്റു പല കാര്യങ്ങളിലേക്കും നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ മറ്റാരെങ്കിലും വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് മറ്റേതെങ്കിലും റിലേഷൻ വന്നോ എന്നുള്ള രീതിയിലേക്ക് തന്നെ നെഗറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ചിന്ത വന്നുകൊണ്ടിരുന്നു. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾക്ക് ഒരുപാട് പെയിൻ അനുഭവിച്ചു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷനെ തേർഡ് പാർട്ടിയുടെ കടന്നുവരക്കം വന്നു. ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തിൽ 3 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷനെ, നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ്, നിങ്ങളുടെ കോളുകൾ ഒക്കെ റിജക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ തുടങ്ങി. അപ്പം നിങ്ങൾ ഡിപ്രഷനിലോട്ട് പോയി, നിങ്ങളുടെ ഓവർ തിങ്കിലേക്ക് പോയി. നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, ആവശ്യമുള്ളതായിരിക്കും, പക്ഷേ പൊതുവെ പറയുമ്പോഴത്തേക്ക് അത് ആവശ്യമില്ലാത്തതാവും. ഓക്കെ, ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ നെഗറ്റീവ് ചിന്തകളിലേക്ക് പോയി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റ് 3 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ തകർത്തുകൊണ്ട് മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നു. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ഡിപ്രഷൻ, അത് നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അത് തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുത്തു. ഓക്കെ, ആദ്യം മെസ്സേജ് അയച്ചു, വന്നില്ല. ഓക്കെ, ശരി, കോൾ ചെയ്തു, എടുത്തില്ല. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തു. നെഗറ്റീവ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ തള്ളി തേർഡ് പാർട്ടിയിലേക്ക് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചു. അവസാനം നിങ്ങൾക്ക് ഈ നിലവിളിയും കരച്ചിലും ആയി മാറി. ഓക്കെ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്ത പോലെ നമ്മൾ ഓവർ ആയിട്ട് ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ പേഴ്സൺ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എൻ്റെ പേഴ്സൺ എന്നെ വിട്ടുപോകുമോ, നീ എന്നെ വിട്ടു പോകുമോടി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്താണ് നമ്മളവിടെ അഫർമേഷൻ ചെയ്യുന്നത്? പോകുമോ, വരുമോ എന്നല്ല, പോകുമോ. ആ അഫർമേഷൻ ഇങ്ങനെ യൂണിവേഴ്സിലോട്ട് ഇങ്ങനെ, യൂണിവേഴ്സ് എനർജിയാണ്, നമ്മുടെ ശബ്ദം എനർജിയാണ്. ആ ശബ്ദം ഇങ്ങനെ യൂണിവേഴ്സിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം യൂണിവേഴ്സ് വിചാരിക്കുന്നു ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ സന്തോഷമാണ് യൂണിവേഴ്സിൻ്റെ സന്തോഷം. പോകുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ അങ്ങോട്ട് തള്ളി മാറ്റിക്കൊണ്ടിരുന്നു. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും എന്താണോ ചിന്തിക്കുന്നത്, നെഗറ്റീവാണോ ചിന്തിക്കുന്നത്, യൂണിവേഴ്സിന് അറിയില്ല. യൂണിവേഴ്സ് വിചാരിക്കുന്നു നിങ്ങൾക്ക് അതാണ് ഇഷ്ടം. ഓക്കെ, അത് കാരണം പോസിറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പോസിറ്റീവ് വരും. അപ്പം നിങ്ങളുടെ കരച്ചിൽ, നിലവിളി മാത്രമായി നിങ്ങളുടെ നെഗറ്റിവിറ്റി കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് മൊത്തവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയി എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളെ വിട്ട് നിങ്ങളുടെ പേഴ്സൺ പോവുക തന്നെ ചെയ്തു. ഓക്കെ, നിങ്ങളുടെ ചിന്ത അതായിരുന്നു, അത് തന്നെ നടത്തി തന്നു. ഓക്കെ, നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ സെലക്ട് ചെയ്തു. നിങ്ങളിൽ നിന്ന് ദൂരെയായി ഒരു യാത്രയെന്ന് പറയുമ്പോഴത്തേക്ക് ശാരീരികമായിട്ടുള്ള യാത്ര തന്നെ ആകണമെന്നില്ല, മാനസികമായി നിങ്ങളിൽ നിന്ന് ദൂരെ യാത്രയായി. ഓക്കെ, ദൂരോട്ട് യാത്രയായി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സമയത്ത് സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ കൂടിക്കൊണ്ടേയിരുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇതാണ്ടേ, നിങ്ങളിൽ നിന്ന് 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങളിൽ നിന്ന് യാത്രയായി കഴിഞ്ഞു. ഓക്കെ, ഒരുപാട് പെയിൻ നിങ്ങളുടെ ഇടയിൽ, ഒരുപാട് പെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ വിട്ട് നിങ്ങൾക്ക് മാറിക്കൊടുക്കേണ്ടതായി വന്നു. ഓക്കെ, 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ സന്തോഷം തേടി പോവുകയും നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് തല കൊമ്പിട്ട്, കാരണം വേദന കാരണം, തലവേദനയല്ല മാനസിക വേദന കാരണം നിങ്ങൾക്ക് പോലും നോക്കാൻ കഴിയാതെ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് നിന്നും മാറിക്കൊടുക്കേണ്ടതായിട്ട് വന്നു. ആ ഒരു സ്ഥാനത്ത് നിന്നും മാറിക്കൊടുക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ആ ഒരു സ്ഥാനത്ത് നിന്നും മാറിക്കൊടുക്കേണ്ടതായിട്ട് വന്നു. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാറ്റി മറ്റൊരാൾക്ക് സ്ഥാനം കൊടുത്തു. ഓക്കെ,
ഈ പിടിച്ചിരിക്കുന്നത് മറ്റൊരു വ്യക്തിയാണ്. നിങ്ങളെ മാറ്റി മറ്റൊരു വ്യക്തിക്ക് സ്ഥാനം കൊടുക്കേണ്ടതായിട്ട് വന്നു. നിങ്ങളുടെ പേഴ്സൺ 4 ഓഫ് വാൻസിലേക്ക് സന്തോഷത്തിലേക്കും പോയി. ഓക്കെ, തേർഡ് പാർട്ടിയോടൊപ്പം പിന്നെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സന്തോഷമായിരുന്നു. 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്, കവിഞ്ഞൊഴുകുന്ന സ്നേഹം. ഓക്കെ, ഒരു ഏസ് ഓഫ് കപ്പാണ് പിന്നെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായി ഡാൻസായി, പാട്ടായി, എല്ലാ കാര്യങ്ങളുമായി. ഓക്കെ, ഇതിനൊക്കെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. കാരണം ആദ്യമേ കുറച്ച് മെസ്സേജും കാര്യങ്ങളും അല്ലെങ്കിൽ കോളും വരാതിരുന്ന സമയത്ത് ഓവർ തിങ്കിങ് ഉണ്ടായി. അഫർമേഷൻ, നിങ്ങൾ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആയിട്ടിരിക്കുന്ന വ്യക്തി എന്താണോ ചിന്തിക്കുന്നത് അത് സംഭവിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ നെഗറ്റീവ് എനർജിയാണ്. കാരണം കരഞ്ഞിരിക്കുന്ന വ്യക്തികൾ എപ്പോഴും നെഗറ്റീവായിരിക്കും. അവർ ചിന്തിക്കുന്നത് സംഭവിക്കുകയില്ല. പോസിറ്റീവ്, സന്തോഷത്തിൽ ചിരിച്ച് കളിച്ച് സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിപ്പോകുമോ, നീ എന്നെ വിട്ടു പോകുമോ, നീ എന്നെ വിട്ടു പോകുമോ. ഇതാണ് നിങ്ങൾ അഫർമേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നിങ്ങൾ പോസിറ്റീവായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ചത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അഫർമേഷനായി വന്നു. ഇപ്പം നിങ്ങളിരിക്കുന്നത് ഈ ഒരു കരഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പം നിങ്ങൾ എന്ത് ചിന്തിച്ചിരുന്നാലും അത് നടക്കത്തില്ല. കാരണം ഈ അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തികൾ നെഗറ്റീവാണ്. അവർ നെഗറ്റീവ് അവർ പോസിറ്റീവ് ചിന്തിച്ചാൽ വരത്തില്ല. ഈ കരച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ, സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ ഹാപ്പി ആയെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ വാ കൊണ്ട് പറയുന്നത് സാധിക്കും. കാരണം നിങ്ങൾ പോസിറ്റീവായി കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു സഡൻലി നടക്കും. കാരണം നിങ്ങൾ അത്രയ്ക്ക് പോസിറ്റീവ് എനർജിയാണോ, നിങ്ങൾ വാ കൊണ്ട് പറയുന്ന കാര്യം സാധിച്ചിരിക്കും. കാരണം സന്തോഷമായിട്ടിരിക്കുന്ന വ്യക്തികളിൽ മാത്രമേ അനുഗ്രഹങ്ങൾ വരുള്ളൂ. അവർ പറയുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് അഫർമേഷൻ ചെയ്ത് പോസിറ്റീവായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ചിന്തിച്ചു നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയി തേർഡ് പാർട്ടിയുമായിട്ട് സ്ട്രോങ് ആയി. പിന്നും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നെ വിട്ട് എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ സന്തോഷമാണ്. ഇങ്ങനെ ചിന്തിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പറയണം എൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം വീണ് പോയിട്ടുണ്ട്. ആ ശബ്ദത്തെ ഈ ഒരു നിമിഷം ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യൂണിവേഴ്സിൽ നിന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അത് നിങ്ങളുടെ ശബ്ദം കൊണ്ട് തന്നെ ഏറ്റു പറഞ്ഞ് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു എനർജി മടങ്ങി വരും. ഓക്കെ, അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ കൊടുത്തു. നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയുമായിട്ട് സന്തോഷത്തിലാണ്. പറഞ്ഞതുപോലെ തന്നെ ഭവിച്ചു. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായി ഭയങ്കര സന്തോഷത്തിലായി. ഓക്കെ, ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി അവിടെ ഉണ്ടായി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ഏസ് ഓഫ് കപ്പ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് റീഡിങ് തരണേ യൂണിവേഴ്സ് തന്നെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ സാമ്പത്തികമായിട്ടാണെങ്കിൽ ശരി തന്നെ അവർ ഏറ്റവും സാമ്പത്തികമായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടവർ തന്നെ സംഭവിച്ചു. ദ ടവറായി പൂർണ്ണമായിട്ടും നിങ്ങളുടെ റിലേഷനെ വിട്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി അവരുടെ കരങ്ങളിലേക്ക് എടുക്കുക തന്നെ ചെയ്തു. തേർഡ് പാർട്ടി ഏറ്റവും ബെറ്ററായിട്ട് മാറുകയും ഒരു മദർ ഫിഗറായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി മാറുകയും നിങ്ങളുടെ പേഴ്സൻ്റെ കാഴ്ചയിൽ ഏറ്റവും കെയറിങ് നേച്ചറും അവരാണ്. ഏറ്റവും ഒരു മാരേജ് മെറ്റീരിയലായിട്ട് തന്നെ നിങ്ങളെ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ കാണുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ടവർ സംഭവിക്കുകയും ചെയ്തു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻ്റെ പോക്ക് ഇങ്ങനെയായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഓഫറുമായിട്ട് ചെന്നിരുന്നാലും വഴിമുടക്കമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾ പല പ്രാവശ്യവും നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ ഇതുപോലെ ഓഫറുമായി പോയി കാത്തു നിന്നിട്ടുണ്ട്. പക്ഷേ കാര്യമൊന്നും ഉണ്ടാകാതെ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു കാഴ്ചയും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നു. രാവും പകലും ഇല്ലാതെ നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ നടക്കേണ്ടതായി വന്നു. രാത്രിയെന്നോ പകലോ ഒന്നും ഇല്ലാതെ നിങ്ങളുടെ പേഴ്സന് മെസ്സേജ് അയക്കേണ്ടി വന്നു. ഓക്കെ, അതൊന്നും കാണാനോ കേൾക്കാനോ നിങ്ങളുടെ പേഴ്സൺ നിന്നില്ല. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് തന്നെ ഇറങ്ങി വന്ന് ഗൈഡ് ചെയ്യണമേ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു
താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ സെൽഫ് ലവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പിറക്കെ ഓഫറും കൊണ്ട് നടന്ന് ചെരുപ്പ് തിരിഞ്ഞു എന്നുള്ളതല്ലാതെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സൊരിക്കലും അലിയാൻ പോകുന്നില്ല എന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയുകയും നിങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുകയും സെൽഫ് ലവ് മാലാഖ നിങ്ങളിലേക്ക് ഗൈഡൻസ് ആയിട്ട് വരികയും നിങ്ങളിലേക്ക് സംസാരിക്കുകയും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുകയും ആണ്. ഇവിടെ ഏഞ്ചലിൻ്റെ ഇതുണ്ട്. നിങ്ങളുടെ കൂടെ മാലാഖ വരികയും ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് തുണയായിട്ട് മാലാഖയുടെ ആ ഒരു കാണുന്നുണ്ടോ? ഇതെവിടെ കാണിക്കുന്നത്? ഞാൻ മുകളിലോട്ടെടുത്താണോ കാണിക്കുന്നത്? ഇതാണ്ട് ഈ ഒരു വിങ്സ് കണ്ടോ? ഈ മാലാഖയുടെ ചിറക് കണ്ടോ? ഇതാണ് ചിറക്. നിങ്ങൾക്ക് തുണയായിട്ട് മാലാഖ വന്നു. ഓക്കെ, ഏഞ്ചൽ വന്നു. നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ സപ്പോർട്ട് ഉണ്ടായി. ഏഞ്ചലിൻ്റെ സപ്പോർട്ട് ഉണ്ടായപ്പോഴത്തേക്ക് നിങ്ങളിപ്പം ഈ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ആ സമയം തൊട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏഞ്ചലിൻ്റെ സപ്പോർട്ട് ഉണ്ടായി. ഏഞ്ചൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിന് നിങ്ങളെ തയ്യാറെടുപ്പിച്ചു. ഓക്കെ, യൂണിവേഴ്സ് ഇപ്പം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നു. നിങ്ങൾക്കിപ്പം മാനസികമായിട്ടാണെങ്കിൽ ശരി തന്നെ നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്ത് തന്നെ വിഷമങ്ങളാണോ, ഇപ്പം കരച്ചിലാണോ, ഇതുപോലെയുള്ള നിലവിളി ഉണ്ടായിരുന്നോ, അതെല്ലാം ഇപ്പം മാറി നിങ്ങളിപ്പം എല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവന്നു. ഓക്കെ, ജീവിതത്തിൽ കരച്ചിലാണെങ്കിൽ ശരി, സന്തോഷമാണെങ്കിൽ ശരി, അതെന്തായാലും അതൊരു ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളിപ്പോൾ ടെമ്പറൻസിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. സ്പിരിച്വലായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പം പ്യുവർ സോളായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ സോളിനെ നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം നോക്കാം. നിങ്ങളെ വിട്ടു പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് കപ്പൊക്കെ പിടിച്ച് പോയിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് അത് നോക്കാം. അവിടെ കൊണ്ടുപോയ കപ്പിൻ്റെ ഗതി ഇപ്പോൾ എന്താണെന്ന്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിനെ കളഞ്ഞിട്ട്, എൻ്റെ വ്യൂസിനെ മനസ്സിലാക്കാതെ വ്യൂസിൻ്റെ നിന്നും അകന്നു പോയിട്ടുള്ള പേഴ്സൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയിരിക്കുന്ന പേഴ്സൻ്റെ അവസ്ഥ ഒന്ന് വെളിപ്പെടുത്തി തരണം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിനെ വിട്ടേച്ച് തേർഡ് പാർട്ടിയിലേക്ക് പോയ വ്യൂസിൻ്റെ പേഴ്സൻ്റെ അവസ്ഥ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, 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 പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ വീഡിയോ കാണുന്ന വ്യൂസിൻ്റെ പേഴ്സൻ്റെ അവസ്ഥയാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള പേഴ്സൻ്റെ അവസ്ഥയാണ് ഏറ്റവും കറക്റ്റായിട്ട് തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അവരവിടെ എന്തായാലും അവരൊരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് കപ്പൊക്കെ പിടിച്ച് അങ്ങോട്ട് പോയതാണ്. ഓക്കെ, അവർ വിചാരിച്ചു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് അവർ എന്താണോ വിചാരിച്ചത് എല്ലാം സക്സസ് ആണ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയെ അവരുടെ ലൈഫിലേക്ക് കിട്ടി. അത്രയ്ക്കും മെൻ്റൽ പവർ ആണെങ്കിൽ ശരി തന്നെ, ഹാൻഡ് പവർ ആണെങ്കിൽ ശരി തന്നെ, സക്സസ്സിലാണെങ്കിൽ ശരി തന്നെ, അവർ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ പേഴ്സണെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നതിനും ഫിസിക്കലി സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ക്യാഷ് പരമായി സപ്പോർട്ട് ചെയ്യുന്നതിനും ഏതിനും നമ്പർ 1 ആയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ സെലക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് പോയത്. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവരവിടെ ഫാമിലി കൊടുക്കാനൊന്നും തയ്യാറായിട്ടില്ല. ഒരു ഫാമിലിയൊക്കെ സ്വപ്നം കണ്ടു പോയതാണ്. പെൻഡിക്കിളും ഫാമിലിയും ഒരു ഈക്വാലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒരു യൂണിറ്റിയൊക്കെ ആയിട്ട് നല്ല രീതിയിലൊരു വലിയ സക്സസ് ആയിട്ടുള്ളൊരു ഫാമിലിയൊക്കെ സ്വപ്നം കണ്ടു. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്നൊക്കെ ഒരു ലോയൽറ്റിയും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു. ഓക്കെ,
ഒരു കുടുംബമാണ് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന, എനിക്ക് ഏറ്റവും ചേർന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ ധന്യമായി തീർന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരുപാട് പെൻഡിക്കളും അവരുടെ ഭൂസ്വത്തുക്കളും അവരുടെ ചിലപ്പം സ്വത്തുക്കളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കും, സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള വ്യക്തിയായിരിക്കും. റിലേഷൻ പരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടൊക്കെ ഒരുപാട് സ്ട്രോങ് പേരുകേട്ട കുടുംബങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു എന്തുകൊണ്ടും എനിക്ക് യോഗ്യതയുള്ള അല്ലെങ്കിൽ യോഗ്യമായിരിക്കുന്ന വ്യക്തി ഈ തേർഡ് പാർട്ടി തന്നെയാണ് എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നതാണ്. പക്ഷേ അവരതിനുള്ള വിലയൊന്നും അവിടെ കൊടുത്തില്ല. അലറി അലറി തൊണ്ടയിലെ വെള്ളം പറ്റി. ഓക്കെ ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൺ പോയത് അവിടെ നിന്നും അവർക്കൊന്നും ലഭിച്ചില്ല. റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഓക്കെ, റിവേഴ്സ് എനർജി എടുക്കാൻ കാരണം ഇവിടെ അടുത്തത് ബേർഡൻ വന്നിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അവർക്ക് ഏറ്റവും സ്ട്രഗിൾ ആയിട്ടുള്ള കാര്യം വന്നതുകൊണ്ടാണ് ബേർഡൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ റിവേഴ്സ് ഞാൻ എടുക്കില്ല. ഓക്കെ, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ബേർഡനാണ്. അവരുടെ ജീവിതത്തിൽ എന്താണോ അവർ ഇത്രയും സ്വപ്നം കണ്ട് നിങ്ങളെ തനിച്ചാക്കി നിങ്ങൾക്ക് പെയിൻ തന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണോ നട്ട് നനച്ച് വച്ചത് അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങളെല്ലാം കായ്ക്കും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി തീരും എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ മനസ്സിലേക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ച് അവർ രണ്ടുപേരും സംസാരിച്ച് ജീവിതങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തേർഡ് പാർട്ടി ഇപ്പം ചുറ്റിക്കെട്ടി തലയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. വെച്ച് ചുമന്നുകൊണ്ട് നടന്നോ, അവർക്കതിന് താല്പര്യമില്ല എന്നുള്ളത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ബേർഡൻ അനുഭവിക്കുകയാണ്. സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി, അവരുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും ശരി, നിങ്ങളുടെ പേഴ്സൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും ശരി തന്നെയാണ്. ഇപ്പോൾ അവർ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി തന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അവരിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് അവർ കടന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഇപ്പോൾ അവർക്ക് ഹാർഡ് വർക്കായിരിക്കുകയാണ്. അവർ ചെയ്യുന്ന ജോലി ചെയ്താലും കുപ്പിൽ നിന്ന് വന്ന ഭൂതത്തെ പോലെ വീണ്ടും വീണ്ടും പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ചെയ്തിരുന്നാലും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര അവർ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാലും ശരി തന്നെ ഒരു വിധത്തിലും ഇതിനുള്ള സൊല്യൂഷൻ അവർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തളർന്നു പോയ അവസ്ഥയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ ബേർഡൻ ചുമക്കുകയാണ്. ഇതെല്ലാം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും കൂടി നട്ട് നനച്ച സ്വപ്നങ്ങളായിരുന്നു. അവസാനം നിങ്ങളുടെ തേർഡ് പാർട്ടി ഇതൊന്നും പേഴ്സൻ്റെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ടായിരിക്കാം തിരിച്ച് അവരെത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എത്രയൊക്കെ പിറക്കെ നടന്ന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം വിഫലമായി തീർന്നിരിക്കുകയാണ്. ഇപ്പം അത് തന്നെ അവർക്ക് കുരിശായിട്ട് ചുമന്നുകൊണ്ട് പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അവരിപ്പം മാനസികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തളർന്നു പോയ അവസ്ഥയിലാണ്. അവർക്ക് മുന്നോട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അവർ മാനസികമായി തളർന്നിരിക്കുകയാണ്. ഒരു ബലവുമില്ല. ഇപ്പോൾ അവർക്ക് ഭയമാണ്. എന്തിനും ഏതിനും അവർക്ക് ഭയമാണ്. അവർക്ക് മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളും കാണാനുള്ള കാഴ്ചയില്ല. അവർക്കിപ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോ കാര്യങ്ങളോ ഈ ഒരു നിമിഷം ഇല്ല. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയുടെ അവസ്ഥയും കൂടി നമുക്ക് നോക്കാം. പക്ഷേ അതിന് മുമ്പ് ഇതിനെ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ചില വ്യക്തികൾ ഈ വീഡിയോ കാണുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ സ്നേഹമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് ഈ ഒരു സമയത്ത് ചില വ്യക്തികൾ സ്നേഹമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് ഇതുവരെയും കർമ്മ അനുഭവിക്കാനായിട്ട് വന്നിട്ടില്ല. കർമ്മയ്ക്ക് സമയം വരുന്നുണ്ട്. എന്തായാലും ചില വ്യക്തികൾ കർമ്മ അനുഭവിക്കുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾ ഇപ്പം തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് വളരെ കുറച്ച് വ്യക്തികൾ മാത്രമാണ് ഇപ്പം ബേർഡൻ അനുഭവിക്കുന്നത്. മറ്റു കുറച്ച് വ്യക്തികൾ സന്തോഷത്തിലാണ് തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ ഈ ഒരു നിമിഷം പോകുന്നത്. എങ്കിലും ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം 6 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ഇവിടെ നേരത്തെ 6 ഓഫ് പെൻഡിക്കിൾ വന്നിരുന്നു. നിങ്ങളുടെ പ്രണയ സമയത്ത് വന്നിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ പേഴ്സൺ
നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക്, ഓക്കെ, നിങ്ങളിൽ നിന്ന് എല്ലാം എടുത്തതിന് ശേഷം, നിങ്ങളുടെ സമയവും സ്നേഹവും എല്ലാം എടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എല്ലാം എടുത്തിട്ട് മറ്റെവിടെയോ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് പണം എല്ലാം വാങ്ങിച്ചെടുക്കുകയാണ്. പ്ലീസ് കേടുമേ, അതാണ് ഈ ഒരു തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ബേർഡൻ. അതാണ് കാരണം നിങ്ങളുടെ പേഴ്സണെ പരിശാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ പൈസകളെല്ലാം നിങ്ങളുടെ തേർഡ് പാർട്ടി വാങ്ങിച്ചെടുക്കുകയായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടിക്ക് പണമുണ്ട്, നല്ല സ്ട്രോങ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ഒക്കെ ഓക്കെ ആണെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. പക്ഷേ തേർഡ് പാർട്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കാനുള്ള നല്ല ബുദ്ധിയും കാര്യങ്ങളും ഉള്ള വ്യക്തിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ചിലവ് ചെയ്ത് തലയിലും കടം വാങ്ങിച്ച് വരെ ചിലവ് ചെയ്യുന്നതിൻ്റെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എക്സ്പെൻസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണ് പറ്റുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടിൽ ചിലപ്പം കുടുംബത്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് ഈ ഒരു സമയത്ത് ഇത്രയേറെ ബേർഡൻ അനുഭവിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കിങ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ ചുമക്കുന്നത് മൊത്തവും സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ, ഒന്നുകിൽ എന്തെങ്കിലും കേസ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഡിപ്രഷനായിട്ടുള്ള അവസ്ഥയാണ്. 5 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും വലിയ ബേർഡൻ ചുമക്കുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ടാണെങ്കിലും ശരി തന്നെ നിങ്ങളുടെ പേഴ്സൺ കേസോ മറ്റെന്തെങ്കിലും പരമായിട്ടാണെങ്കിലും ശരി തന്നെ ഹെറഫൻ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മറ്റുള്ള ആൾക്കാരുമായിട്ട് ഗൈഡൻസ് ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ മറ്റാൾക്കാരെ സമീപിക്കുന്നുണ്ട്, ഡിവൈൻ പവറിനെ സമീപിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ ഹോസ്പിറ്റലിലോ മറ്റോ പോകുന്നുണ്ടായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അഡ്വക്കേറ്റിനെ മറ്റോ കാണുകയോ കേസ് പരമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബേർഡൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു സമയത്ത് തന്നെയായിരിക്കും തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണെ ഇട്ട് വട്ടം കറക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന് നോക്കാം. ഒരു തേർഡ് പാർട്ടി എനർജിയും വന്നിട്ടുണ്ട്. ഇത് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനെ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. യെസ്, നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളിൽ നിന്ന് എങ്ങനെ പോയോ അതുപോലെ അതിനെ തിരിച്ചു വരികയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നു. നിങ്ങളിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലുപരി നിങ്ങളുടെ സ്നേഹം ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. എവിടെ പോയി? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കൂടെ ആയിരുന്ന സമയത്ത് ഒരു ചുള്ളിക്കമ്പ് പോലും ചുമക്കാൻ അനുവദിക്കാതിരുന്ന നിങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ പോയപ്പോഴത്തേക്ക് ലോഡ് കണക്കിനുള്ള കമ്പുകളാണ് ചുമക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ ആയിരുന്ന സമയത്ത് നിങ്ങളൊരു ചുള്ളിക്കമ്പ് പോലും ചുമക്കാൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ യൂണിവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ലോഡ് കണക്കിനുള്ള കമ്പുകൾ ചുമക്കേണ്ടി വരുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മറ്റ് ആൾക്കാരുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ മറ്റ് ആൾക്കാരുമായിട്ട് ഗൈഡൻസ് ചോദിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ സുഖമായിരിക്കുന്നുണ്ടോ,
നിങ്ങളെ കാണാറുണ്ടോ, നിങ്ങളിലേക്ക് എങ്ങനെ വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്, പുതിയ റിലേഷൻ വല്ലതും ആയോ, വല്ല ചാൻസും ഉണ്ടോ തിരിച്ചു വന്നാൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണ്, അന്വേഷിക്കുകയാണ്. ചിലപ്പോൾ മ്യൂച്വൽ ഫ്രണ്ട് കാണുമായിരിക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള, അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഡിസ്കസ് ചെയ്യുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വേണ്ടി എടുത്ത കാർഡാണ്, അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും ചോദിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് അസുഖത്തിലിട്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വന്നത്. ഇപ്പം ആ അസുഖം എന്താണെന്നും അത്രത്തോളം വേദന എന്താണെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ സുഖമായിരിക്കുന്നോ, ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളിട്ടിട്ട് പോയത്. ഇപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി അതിൻ്റെ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ള കാര്യം. ഓക്കെ, റിലേഷൻ ബേസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയെ വിട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. കാരണം വിട്ടേ പറ്റുള്ളൂ, കയ്യിലെ കാശ് മൊത്തം തീർന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള വിറവ് മൊത്തവും ചുമപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം വന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളെ തന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇനി അവർക്ക് എന്തായാലും തേർഡ് പാർട്ടിയുടെ കൂടെ നിന്ന് ഇതുപോലെയുള്ള അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ തണ്ടലൊടിഞ്ഞു പോകും എന്നുള്ള അവസ്ഥയിലായതുകൊണ്ട് ഇപ്പോൾ എന്തെല്ലാം മതിയാക്കി. നിങ്ങളുടെ സ്നേഹം എത്രയോ മനോഹരമായിരുന്നു, നിങ്ങളുടെ സ്നേഹത്തിൽ ഏഞ്ചൽ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു, എത്രയോ സ്റ്റേബിളായിരുന്നു ആ റിലേഷൻഷിപ്പ്, എന്തോ ഒരു സ്നേഹമായിരുന്നു, എത്ര ഫ്രൂട്ട്ഫുള്ളായിരുന്നു, ഒരേതൻ തോട്ടത്തിലെ പോലെ ഇണയും പ്രാവും പോലെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, അവിടെ ഇരുന്നുകൊണ്ട് ഓർക്കുന്നുണ്ട് തിരിച്ച് നിങ്ങളിലേക്ക് വരണമെന്നും. തേർഡ് പാർട്ടിയെ വിട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ചില വ്യക്തികൾക്കാണ് തേർഡ് പാർട്ടിയെ വിട്ടിരിക്കുന്നത്, ചില വ്യക്തികൾ ഇനി അനുഭവിച്ച് വരത്തേ ഉള്ളൂ. കാരണം അവരുടെ കമ്പുകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വളർന്നു വന്നതിന് ശേഷം മാത്രമേ ഈ ചുമപ്പ് വരുവുള്ളൂ. അപ്പോൾ അവരിനി പതുക്കെ ചുമക്കട്ടെ. ഇത് മുമ്പേ പോയ ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ മുമ്പേ പോയവർക്കാണ് ഇപ്പോൾ ഈ ചുമക്കൽ വരുന്നത്. അല്ലാത്തവരിവിടെ തേർഡ് പാർട്ടിയുടെ ഫാമിലിയുമായിട്ട്, തേർഡ് പാർട്ടി എവിടെ പോയി, ഇപ്പം പിറകെ വരുന്ന ആൾക്കാർ ഇപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. ചിലപ്പോൾ ഇത് കാണുന്ന വീഡിയോയിൽ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ പേഴ്സൺ വളരെ സന്തോഷമായിട്ടും അടിച്ചുപൊളിയായിട്ടും പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പം നടക്കുന്നതായിട്ട് നിങ്ങൾ കാണുകയോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ആടിപ്പാടി നടക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ സമയത്തെല്ലാം പണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കുള്ള അവസ്ഥ മുമ്പേ പോയവരടുത്ത് മുമ്പേ ചുമന്നു പോയ ആൾക്കാർക്ക് മനസ്സിലാകും. ചില വ്യക്തികൾ ഇപ്പോൾ എന്തായാലും ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കാരണം അവരുടെ പണം മൊത്തവും അവരുടെ സാമ്പത്തിക ഭദ്രതയാണെങ്കിലും ശരി തന്നെ, എന്ത് തന്നെ സമാധാനമാണെങ്കിൽ തന്നെ, എന്ത് തന്നെയുണ്ടെന്നെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, തേർഡ് പാർട്ടിയെ വിട്ട് വരുന്നുണ്ട്, നിങ്ങളിലേക്ക് എങ്ങനെ എത്താമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ചില വ്യക്തികളുടേത് ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ, സന്തോഷമാണ്. തീർച്ചയായിട്ടും അവർക്കുള്ള കമ്പുകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് വളരട്ടെ, വളർന്നതിന് ശേഷം അവർ ചുമന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി എന്ന് തോന്നുന്നു. റീഡിങ് ഒരുപാട് കൂടിപ്പോയോ എന്നൊരു സംശയം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുക. റീഡിങ്ങിൽ ഇനി എന്തെങ്കിലും നോക്കാനുണ്ടോ? ഓക്കെ, നിങ്ങൾ ഹാപ്പിയാണോന്ന് നോക്കട്ടെ. ഈ ഒരു സമയത്ത് എൻ്റെ വ്യൂവേഴ്സ് ഹാപ്പിയാണോ? ഈ ഒരു സമയത്ത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വ്യൂവേഴ്സ് ഹാപ്പിയാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് നൽകണമേ. എൻ്റെ വ്യൂവേഴ്സ് ഹാപ്പിയാണോ ഈ സമയത്ത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് പേഴ്സൺ വരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേഴ്സൻ്റെ റീഡിംഗ് ആണല്ലോ, എൻ്റെ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമോ? എൻ്റെ പേഴ്സൻ്റെ വല്ല വിവരവും കിട്ടിയോ? പുതിയതായിട്ട് എന്തെങ്കിലും റീഡിങ്ങിൽ പറയുന്നുണ്ടോ? എൻ്റെ പേഴ്സൺ ഹാപ്പിയാണോ? തേർഡ് പാർട്ടിയെ വിട്ടോ എന്നുള്ള ചിന്തയിലാണ് എൻ്റെ വ്യൂസ് ഇരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, താങ്ക് യു. നിങ്ങളെന്തായാലും പേഴ്സണെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അറിവിന് വേണ്ടി നിൽക്കുന്നു. കാരണം അറിവിന് വേണ്ടിയിട്ടാണല്ലോ ടാരോ റീഡ് കാണുന്നത്. അല്ലാതെ ആരും വന്ന് ഇപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് യാതൊന്നും വേണ്ട എന്ന് പറയുന്ന വ്യക്തികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും
ആ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങളുടെ പേഴ്സൻ്റെ അറിവിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഇവിടെ വരുന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ വെയിറ്റിംഗ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടി അയച്ചു കൊടുക്കുക പ്ലീസ്. ഓക്കെ, അയച്ചു കൊടുക്കുമല്ലോ അല്ലേ? അതാ ഈ റീഡിങ് തീരുന്നതോടുകൂടി കട്ട് ചെയ്തിട്ട് പോകുമോ? ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ റീഡിങ് വഴി നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അല്പമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.